ഞാൻ മുല്ലത്തടം ഡാലി മുക്കാഞ്ഞിരം അഥവാ സോമൻ ഭോപ്പാൽപുര. ഒന്ന് കേട്ടിട്ട് പോ 26 ഒന്ന് കേട്ടിട്ട് പോ ഭാഗം 26. ഒരു മിന്നാമിനിങ്ങിന് എത്രത്തോളം വെളിച്ചം കാണിക്കുവാൻ സാധിക്കും? ഒരു മിന്നാമിനിങ് എപ്പോഴെങ്കിലും ഇരുട്ടിൽ തപ്പി നടന്ന ആരെയെങ്കിലും എന്തിനെയെങ്കിലും നേരായ വഴിക്ക് തൻ്റെ ഈ വെളിച്ചം കാണിച്ചതിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ ആവുമോ? എങ്കിലും മിന്നാമിനുങ്ങ് തിളങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അത് മിന്നാമിനുങ്ങ് സംതൃപ്തനാണ് അല്ലെങ്കിൽ സംതൃപ്തയാണ്. അത് വിചാരിക്കുന്നത്, മിന്നാമിനുങ്ങ് വിചാരിക്കുന്നു, ഞാൻ ഈ ലോകത്തിന് എന്നാൽ ആവും വിധം വെളിച്ചം ഞാൻ കാണിക്കുന്നു. ഇത് സുവിശേഷത്തിൻ്റെ മാറ്റൊലിയോ മറ്റൊരു വിധമോ അല്ലെങ്കിൽ മറ്റൊരു അനുകരണത്തിന് ഉപയോഗിക്കാവുന്ന വാക്കുകളോ ആണ്. മിന്നാമിനുങ്ങ് തൻ്റെതായ രീതിയിൽ അന്ധകാരത്തിൽ വെളിച്ചം പുറപ്പെടുവിക്കുന്നു. അതിനാലാവുന്നത് മാത്രം. ഞാൻ പറഞ്ഞു വരുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ നയമാൻ എന്ന ഒരു കഥാപാത്രമുണ്ട്. അരാം രാജാവിൻ്റെ സേനാധിപതി, യുദ്ധത്തിൽ തന്ത്രജ്ഞൻ, വീരപരാക്രമി, എല്ലാം കൊണ്ടും നാടിന് കൊള്ളാവുന്നവൻ, രാജാവിന് കൊള്ളാവുന്നവൻ, ആ നാടിൻ്റെ സുരക്ഷയെ കാത്തു സൂക്ഷിക്കുന്ന നല്ല ഒരു സേനാപതി, അരാം രാജാവിൻ്റെ കാവൽക്കാരിൽ പ്രധാനി, മനസ്സ് സൂക്ഷിപ്പുകാരൻ എന്ന് പോലും വിളിക്കാവുന്ന സേനാധിപതി നയമാൻ. പക്ഷേ അദ്ദേഹത്തിന് ഒരു കുറവുണ്ട്. അദ്ദേഹം കുഷ്ഠരോഗി. അദ്ദേഹത്തിൻ്റെ യുദ്ധപ്രകടനങ്ങളിലും രാജ്യത്തോടുള്ള കടമയും കടപ്പാടിലും രാജാവ് സന്തുഷ്ടനാണ്. ഈ കുഷ്ഠരോഗം, തൻ്റെ സേനാപതിയായ നയമാൻ്റെ കുഷ്ഠരോഗം എങ്ങനെയെങ്കിലും ഒന്ന് മാറിക്കിട്ടണമെന്ന് രാജാവും ആഗ്രഹിച്ചിരുന്നു. ഈ നയമാൻ്റെ ഭാര്യയ്ക്ക് ഒരു ജോലിക്കാരിയുണ്ട്. ഒരു കാലത്ത് അവളെ ഇസ്രയേലിൽ നിന്ന് പിടിച്ചുകൊണ്ട് തടവുകാരിയായി കൊണ്ടുവന്നൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി നയമാൻ്റെ ഭാര്യയോട്, കുഷ്ഠരോഗമുള്ള സേനാപതിയായ നയമാൻ്റെ ഭാര്യയോട്, അതായത് തൻ്റെ യജമാനത്തിയോട് പറഞ്ഞു, യജമാനത്തിയെ, തിരുമേനി അതായത് നയമാൻ ഇസ്രായേലിൽ ശമരിയയിൽ ചെന്നാൽ അവിടെ ഒരു പ്രവാചക ശ്രേഷ്ഠനുണ്ട്. അദ്ദേഹത്തിന് ഈ കുഷ്ഠരോഗം മാറ്റുവാൻ കഴിയും. ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം, ഒരു പന്തമൊന്നും കത്തിച്ചല്ല. ഈ കൊച്ചു പെൺകുട്ടി തൻ്റെ യജമാനത്തിയോട് പറയും, ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം. ഇസ്രായേലിലൊരു ദൈവമുണ്ടെന്നും യഹോവയായ ദൈവമുണ്ടെന്നും യഹോവയായ ദൈവത്തിൻ്റെ ഒരു പ്രവാചകൻ, ശക്തിമാനായ ഒരു പ്രവാചകൻ അവിടെ ഉണ്ടെന്നും അവൾ അറിഞ്ഞിരിക്കുന്നു. ഇസ്രായേലിൽ ജനിച്ചവരാണെങ്കിൽ അത് അറിഞ്ഞിരിക്കും. എൻ്റെ വാക്കുകളുടെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൾ അറിഞ്ഞിരിക്കുന്നു, തൻ്റെ രാജ്യത്ത് ഇസ്രായേലിൽ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് ഒരു ശക്തിമാനായ പ്രവാചകനുമുണ്ട്. ആ പ്രവാചകന് ഈ കുഷ്ഠരോഗം പോലും മാറ്റുവാൻ കഴിയും എന്ന് തിരിച്ചറിഞ്ഞ അവൾ യജമാനത്തിയോട് കാര്യം പറഞ്ഞു. ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം, ചെറിയൊരു സുവിശേഷം അവൾ യജമാനത്തിയോട് പറഞ്ഞു. യജമാനത്തി അത് യജമാനനോടും, അത് രാജാവിൻ്റെ അടുക്കലും വാർത്തയെത്തി. രാജാവ് ഒരു എഴുത്ത് കൊടുത്തു വിട്ടു ഇസ്രായേലിലേക്ക്. ഇസ്രായേലിലെ രാജാവ് അത് കണ്ടപ്പോഴേ പേടിച്ചുപോയി. ഇത് ഒരു യുദ്ധതന്ത്രമാണോ,
നമ്മളുമായിട്ട് യുദ്ധമുണ്ടാക്കാൻ, ഒരു വഴക്കുണ്ടാക്കുവാൻ, ഒരു ബഹളമുണ്ടാക്കുവാൻ, ഒരു എതിർ ശക്തി ഉണ്ടാക്കുവാൻ, ഒരു ശത്രുത്വം ഉണ്ടാക്കുവാൻ കാണിക്കുന്ന ഒരു തന്ത്രമാണോ എന്ന് ഇസ്രായേൽ രാജാവ് ഒന്ന് ഭയപ്പെട്ടു. അപ്പോൾ എലിശ പ്രവാചകൻ പറഞ്ഞു, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. അങ്ങനെ നയമാനെ ഈ എലിശ പ്രവാചകന്റെ അടുക്കൽ കൊണ്ടുവരികയും അദ്ദേഹം സുഖം പ്രാപിക്കുകയും ചെയ്തു എന്ന കഥ നിങ്ങൾക്കറിയാം. അതിൻ്റെ കഥയും കഥാതന്തുക്കളും നിങ്ങൾക്കറിയാം. അദ്ദേഹത്തോട് യോർദാൻ നദിയിൽ പോയി 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കുക എന്ന് പറഞ്ഞതൊക്കെ നിങ്ങൾക്കറിയാം. അതിനുശേഷം നടന്ന ചില ആധുനിക യുഗത്തിൽ നടക്കുന്ന പുരോഹിതന്റെ പേര് പറഞ്ഞ്, യേശുക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞ് നടത്തുന്ന ചില കള്ളക്കഥകളും കള്ളക്കളികളും അതും നിങ്ങൾക്കറിയാം. പുരോഹിതൻ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് ചെന്ന് വെള്ളിത്താലന്തുകൾ മേടിക്കുന്ന ഗേഹസിയുടെ കഥയും നിങ്ങൾക്കറിയാം. എലിശ പ്രവാചകൻ ഒന്നും വാങ്ങാതെയാണ്, പ്രതിഫലം വാങ്ങാതെയാണ് നയമാനെ അദ്ദേഹത്തിൻ്റെ രോഗഭേദമാക്കി കൊടുക്കുന്നത്. പക്ഷെ കേട്ടുന്ന ഗേഹസിക്ക് ഇത് ഒരു നല്ല അവസരമാണല്ലോ, മുതലെടുക്കാമല്ലോ എന്ന് കണ്ട് പുറകെ ചെന്ന് വെള്ളിത്താലന്തുകൾ ആവശ്യപ്പെടുന്നു. ഒന്നല്ല, ഒരു താലന്ത് ആവശ്യപ്പെടുന്നു. നയമാൻ ദയവായി 2 അങ്ങ് എലിശ പ്രവാചകന് കൊടുക്കണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെടുന്നു. കഥകളൊക്കെ വളരെ നീളവും വളരെയധികം വീതിയുമുള്ളതാണ്. ആധുനിക യുഗത്തിലും നടക്കുന്ന ചില കളികളുടെ വെളിച്ചപ്പാടുകളുമാണ് ഇതൊക്കെ. കാരണം എല്ലാവർക്കും ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഞാൻ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. അതിനപ്പുറമായിട്ട് സ്കൂളിൽ ഒരുത്തിന് ബാഗില്ലെന്ന് പറഞ്ഞാൽ സുവിശേഷം അത് മേടിച്ചു കൊടുക്കുന്നത് സുവിശേഷമായി ചിലർ കാണുന്നില്ല. ഒരുത്തൻ വിശന്ന വയറുമായി കുത്തിയിരുന്ന് കരയുന്നത് കണ്ടാൽ അത് സുവിശേഷമല്ല. സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറയുന്നു, അതാണ് സുവിശേഷമെന്ന് വിശ്വസിക്കുന്ന ചില ഗേഹസിമാർ ആധുനിക യുഗത്തിലും വെള്ളിത്താലന്തുകൾ വാങ്ങുവാൻ നടപ്പുണ്ടെന്ന് ഒന്ന് ഓർപ്പിക്കുകയാണ്. അവരുടെ ലക്ഷ്യം വെള്ളിത്താലന്തുകൾ മാത്രമാണ്. എലിശ പ്രവാചകൻ ഒന്നും വാങ്ങാതെ തന്നെ നയമാന്റെ രോഗം ഭേദമാക്കി. ഇതാ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഗേഹസി, അദ്ദേഹത്തിൻ്റെ ജോലിക്കാരൻ കാലത്തിൻ്റെയും സമയത്തിൻ്റെയും മുതലെടുപ്പിന് വേണ്ടി വെള്ളിക്കാശുകൾ അടിച്ചെടുക്കുവാൻ തയ്യാറാകുന്നത് നിങ്ങൾ കാണുന്നതാണ്. അത് ആധുനിക യുഗത്തിലും സംഭവിക്കുന്നുണ്ട്. മറ്റുള്ള ദുഃഖങ്ങളൊന്നുമല്ല ഇന്നത്തെ കാലത്ത് ചിലരുടെ ലക്ഷ്യവും ലക്ഷ്യബോധങ്ങളും. അവർക്കൊക്കെ പൈസ, എങ്ങനെ വെള്ളിത്താലന്തുകൾ ഒപ്പിക്കാം, അവരുടെ ദുഃഖങ്ങൾ, മറ്റുള്ളവരുടെ ദുഃഖങ്ങളൊന്നും അറിഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാം, ഈ ചിന്താഗതിയുമാണ്. പക്ഷേ സുവിശേഷം എന്തെന്ന് ഒരു കൊച്ചു പെൺകുട്ടി കാണിച്ചു കൊടുത്തു. ഒരു കൊച്ചു പെൺകുട്ടി ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്ന ആ അടിമയെ പോലെ ആ വീട്ടിൽ ആ നയമാന്റെ ഭാര്യയ്ക്ക് വേല ചെയ്തു കൊടുക്കുന്ന അവൾ പറഞ്ഞു, യജമാനനെ ശമരിയയിൽ കൊണ്ടുപോയി ഈ രോഗം ഭേദമാകും. കാരണം അവൾക്കറിയാം അവൾ വന്നത് ഇസ്രായേലിൽ നിന്നാണെന്ന്. ഒരു ക്രിസ്ത്യാനിക്കറിയാം ഞാൻ ക്രിസ്ത്യാനിയാണെന്ന്. ഇസ്രായേലിൽ നിന്ന് വന്ന പെൺകുട്ടിക്കറിയാം ഞാൻ ഇസ്രായേലിൽ നിന്ന് വന്നതാണെന്ന്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്നും അവിടെ ഒരു പ്രവാചകനുണ്ടെന്നും അവൻ ശക്തിമാനാണെന്നും തിരിച്ചറിഞ്ഞ ആ പെൺകുട്ടി സുവിശേഷം പറയുന്നു. ആ സുവിശേഷത്തിന്റെ പ്രതിഫലം എവിടെ നിന്ന് എവിടെ വരെ ചെന്നെത്തി? ഒരു ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾ തീപ്പന്തമൊന്നും കത്തിച്ച് സുവിശേഷം പ്രചരിപ്പിക്കണമെന്നൊന്നുമില്ല. മിന്നാമിന്നിങ്ങിൻ്റെ ഒരു നുറുങ്ങ് വട്ടമായി നിങ്ങൾ പോലും അറിയണമെന്നില്ല നിങ്ങൾ സുവിശേഷമാണ് പ്രവർത്തിപ്പിക്കുന്നത്. ഞാൻ എന്നെ ഉൾപ്പെടെ പറയുന്നു, ഒരു സുവിശേഷം ഒരു മിന്നാമിന്നിങ്ങിൻ്റെ നുറുങ്ങ് വട്ടമായി നമുക്കൊന്ന് മാറാം. ചെറിയ ചെറിയ കാര്യങ്ങൾ, അത് നന്മകൾക്ക് ഉപകരിക്കുമെങ്കിൽ, കൊച്ചു വാക്കുകൾ, ചെറിയ വാക്കുകൾ അത് നന്മകളായി മാറുമെങ്കിൽ നമുക്കത് പറഞ്ഞുകൂടെ? അങ്ങനെ ചെയ്തുകൂടെ? അതിനെയും നമ്മൾക്ക് സുവിശേഷം എന്ന് വിളിച്ചു. ഹലോ, ഒന്ന് കേട്ടിട്ടോ പോ. 26-ാം അധ്യായം. ഞാൻ മുല്ലത്തരം ഡാലി മുക്കാഞ്ഞിരം അഥവാ സോമൻ ഭോപ്പാൽപുര.